റേഞ്ചുമില്ല. റേഞ്ച് ആ നീ പറ. കൊറേ നേരം ഞാൻ വിളിക്കുന്നേ, എന്തെടുക്കായിരുന്നു? ഞാന് കുളിക്കായിരുന്നു. പറ. ഏയ് ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. കാര്യങ്ങളിപ്പോ എന്താ, ഇനിയിപ്പോ ഷോപ്പ് എന്തായാലും വെക്കേണ്ടി വരും. അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. എന്താ ഈ പറയണ ഗിരിയേട്ടാ? ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. അല്ല നീ പറ ഇപ്പൊ. അതല്ല ഗിരിയേട്ടാ, ഞാൻ പറയണ കേൾക്ക്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാട്ടോ. അതല്ല ഗിരിയേട്ടാ, വെക്കൽ. ഞാൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാം. ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ. ശരി ശരി. സാറേ, കണ്ടിട്ടത്ര നാളായി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, ഇപ്പൊ ഫ്രീ അല്ലേ? ആ. അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ സാറ് എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, വാടക തന്നിട്ട് കുറെ കാലമായി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ. നീ ഈ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥന് ഇപ്പോഴും 3 മാസത്തെ ഉണ്ട്. അപ്പോൾ ബാക്കി 3 മാസത്തെയോ? എടോ, 6 മാസത്തെ മുടങ്ങിക്കിടക്കുക. അത് ഞാൻ തരാ. നീ തന്നെ തരണം. ഞാനിവിടെ നാടൊന്നും വിട്ട് പോകാൻ പോകുന്നില്ല സുഭാഷേ. നീ പൊക്കോ. നീ പോന്ന തന്നെയാടാ എനിക്ക് നല്ലത്. നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവൻ എവിടുന്ന് കിട്ടി? എനിക്ക് രവിചേട്ടാ, നിങ്ങൾ ചിരിച്ചിരിച്ചാവും. മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. പിന്നെ മനസ്സിലായി. 15 രൂപ. പീഡനശ്രമം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ പീഡിപ്പിച്ചു. നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി. അപ്പൊ പോയ പിള്ളേരെ 2-9 പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ? പിന്നെ ഡെയിലി പണിക്ക് പോകാൻ ഞാൻ ബംഗാളിയില്ലേ. അവര് കുടുംബം നോക്കും. പറ്റിലെഴുതിയോ? തന്നാ മതിയായിരുന്നു. കാശിന് മുട്ടോളപ്പോ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും, കറക്റ്റായിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനഗിരി, നിന്റെ അളിയൻ വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 6 ലക്ഷം രൂപ കടം തന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ സങ്കടം ധർമ്മസങ്കടം. തിരമാലാഗിരി കൊണ്ടേ നീയത്ത ദൂരം
ഞാൻ പറയണത് നിങ്ങൾ കേട്ടെങ്കിൽ എടാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തേക്ക് ഞാൻ പറയും. അത് ഞാൻ ഇനിയും പറയും. ആ അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ നീ പുറത്താക്കണം. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പൂളമാട്ടിയോട് ചോദിച്ചോക്കേ എന്താണ് നിന്നെ. ഞാൻ പറഞ്ഞോളാം. നീ ചോദിക്കടാ. നീ ഫോൺ വെച്ച് പോയോടുന്ന് എന്ത് പണ്ടാറ എന്നെ നീ തുറച്ചു നോക്കണേ. ജോസേ, നിനക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം. അപ്പൊ അതൊക്കെ മാറും. പറയടാ. എനിക്കൊരു പ്രശ്നമില്ല തമ്മിയാണ്. പിന്നെ ഈ തെണ്ടികളെ കൂടി എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ജോസിനോട് ഒരു കളി ഉണ്ടായിക്കോ. ഞാൻ ഈ കള്ളുപിടിച്ചാവും. അത് ഉറപ്പുള്ള കേസാ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു മണിക്കൂറായി. ഇങ്ങോട്ടേക്ക് ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് ഒരു മണിക്കൂറായി. ഇത്ര നേരം എന്റെ പെങ്ങളെ കാര്യം നമ്മുടെ പെങ്ങളെന്ന് പറയടാ. ചോദിച്ചാ നമ്മുടെ പെങ്ങളെ പറ്റി ചോദിച്ചാ അത് വിട്ടുപോയടാ ചക്കര. ഒരു ചക്കരയും ചുക്കര്. എന്തായി നമ്മുടെ പെങ്ങളെ കാര്യം? എന്താ അവൻ കാണാൻ വന്ന ചെക്കൻ അവൾക്ക് ഭംഗിയിലെ പൊക്കിലെന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കാം. ഞാൻ ഒന്ന് ചെയ്യണ തമ്മിണ. നീ ആ നമ്പർ തന്നേ. ഞാൻ ആ ചെറ്റയെ വിളിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഓവറാക്കണ്ട, നിർത്തിക്കോ. ഞാൻ 9 ദിവസം നിർത്തിയില്ലടാ. എടാ ഞാൻ 9 ദിവസം നിർത്തിയില്ലേന്ന്. ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാരം ഉണ്ടായിരുന്നു. ആ നിനക്കൊക്കെ ഞാൻ സമാധാനക്കട. മാട്ടി ഈ വാട്സാപ്പിന് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കണടാ? അരളി അറിയാൻ പറ്റോ? ആ രമണ, ഞാൻ നിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിന്റെ പലിശ മുടക്കി മറുത്തിട്ടുണ്ടോ? ഇപ്പം മുടങ്ങിയില്ലേ ക്ലീറ്റസേ? അത് ഞാൻ സഹിക്കില്ല. മുടക്ക് പറ്റത്തില്ല. പലിശ തരണേന്റെ തലേദിവസം നിന്നെ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നതേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ. പലിശ മുടക്കിയ ഞാൻ ഉടക്കും. എടാ ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ല. നീ 2 ദിവസം സമയം എന്താ? കാശാണ്. നീ എന്താടാ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാശ് തരണം. ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും, ഒരു ചാരുകസരായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങിരിക്കും കേട്ടാ. നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. നിനക്കെന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. നീ മറ്റേ പുറകെ പിള്ളേരുടെ വർത്താനം എൻ്റെ അടുത്ത് എടുക്കല്ലേ? ക്ലീറ്റസേ, ഹലോ. തനിക്കുളം കാണാം. അല്ലേട്ടാ പമ്പറിന്റെ സൈഡിൽ ഇത്ര സ്ക്രൂ 5 ഇത്ര സ്ക്രൂ അല്ലേട്ടാ. ഇത്ര സ്ക്രൂ അല്ലേട്ടാ പമ്പറിന്റെ സൈഡിലുള്ളത്. നാളെ കൊടുത്തട്ടാ. ചെറിയ സ്ക്രൂവിന്റെ കേസുകൾ എനിക്ക് മനസ്സിലാവണമെന്ന്. പൊട്ടനാണോ? ആ നേരത്തെ തുടങ്ങിയ ഈ കാശേ രാവിലെ രമണയുടെ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. പലിശ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിക്ക ക്ലീറ്റസ്. എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. ആര്? എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. ആ രാജുവാ, എടാ ക്ലീറ്റസേടാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് തന്നെ വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ ശരി. ശരിടാ. എന്തായി വിസ? ശരിയാവും. അവൻ തിരക്കില്ല. ദുബായ് എങ്ങനെയും ശരിയായാൽ മതിയായിരുന്നു. ഒന്നും ചെയ്യുക. കടത്തിന് എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. നീ ഒരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ. അതാ നല്ലത്. സൂപ്പർ ഒരു പെണ്ണുണ്ടോ? സെല്ലാമ നഴ്സാ. എവിടെ? മഞ്ഞപ്പുറ. മഞ്ഞപ്പുറയിൽ ആരടാ? മഞ്ഞപ്പുറയിൽ എല്ലാ പെണ്ണുങ്ങളും തമിഴിനറിയാം. ഈ കോപ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണ, അടിപൊളി പെണ്ണ. ക്ലീറ്റീസ് അപ്പായിരിക്കുള്ളൂ, സൂപ്പർ ചേർച്ചരിക്കുള്ളൂ, നല്ല സ്വഭാവ. നീ തന്നെ കെട്ടിക്കോ. എൻ്റെ അപ്പോ അമ്മായിയുടെ മോളാ. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ. അവറാഞ്ചേരി കൊണ്ട് വേട്ടക്കാട്